ബസ്സിൽ ഇന്നിങ്ങനെ പോക്കുന്നുണ്ടാവും, ബാക്കിലുള്ളവർ കംപ്ലീറ്റ് ചോദിച്ചോളാം. അതേപോലെ സിനിമാ ടാക്കീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ടാവും. ആ പുക ശ്വസിച്ചിട്ടാണ് സിനിമ കണ്ടിരുന്നത്. ഇന്ന് സിനിമാ ടാക്കീസിൽ പോയിട്ട് കാലൊന്ന് സീറ്റിൻ്റെ മേലെ പൊക്കി വെച്ചാലുള്ള അവസ്ഥ എന്താ? ഉടൻ കോളറൊന്ന് പിടിച്ചിട്ട് പുറത്തിറങ്ങിക്കോളാൻ പറയും, അല്ലേ? ആ അവസ്ഥ മാറി. ബസ്സിൽ നിന്ന് പുക വലിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുമോ? സമ്മതിക്കാരെങ്കിലും ഇല്ല. അപ്പൊ അതേപോലെ നമ്മളെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ട് കാര്യമില്ല. ഒരാളെ ഒറ്റയ്ക്ക് അതിനിറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അതൊരു ചൂലിലെ ഈർക്കിളിയാവും. ആ ഈർക്കിളിയെ വളയ്ക്കാൻ, ഒടിക്കാൻ എളുപ്പമാണ്. ആ ഈർക്കിളിയെ വളയ്ക്കാൻ എളുപ്പമാണ്. പക്ഷേ ആ ഈർക്കിളി കുറേ എണ്ണം ചേർന്ന് ഒരു ചൂലായാൽ അതിനൊടിക്കൽ എന്തല്ല, എളുപ്പമല്ല. നമ്മുടെ ഈ സമൂഹത്തിലെ ഈ പ്രദേശത്തിലെ എല്ലാ ആളുകളും ഒത്തൊരുമിച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ പറ്റും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.